അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ദോശകൾ ഇതിനകം കണ്ടു കഴിഞ്ഞു അല്ലേ? മുട്ട ചേർത്തിട്ടും മുട്ടയും ബദാമും തേങ്ങയും, അതേപോലെ മുട്ടയും ബദാമും ഫ്ലാക്സീഡും, അങ്ങനെ പലതരത്തിലും. എന്നാൽ മുട്ട കഴിക്കാത്തവർക്ക് നമുക്കൊരു ദോശ ഉണ്ടാക്കണ്ടേ? മുമ്പ് ചീസ് ദോശ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. ഇത്തവണ ഞാൻ പനീർ വെച്ചിട്ട് കുറച്ച് ബദാമും ഫ്ലാക്സീഡൊക്കെ ചേർത്തിട്ടൊരു ദോശയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവ് എങ്ങനെയാണ്, ചുട്ടെടുക്കേണ്ടത് എങ്ങനെയാണ്, ചുടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ നമുക്ക് കാണാം. എല്ലാവർക്കും പുതിയൊരു ദോശ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിതാ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പനീർ എടുത്തിട്ടുണ്ട്. പിന്നെ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയ ബദാം പൊടിയും പിന്നെ ഫ്ലാക്സീഡ് പൊടിയുമാണ്. പിന്നെ യോഗട്ട് എടുത്തിട്ടുണ്ട്, പുളിയില്ലാത്ത യോഗട്ടാണിത്. ഏത് യോഗട്ടായാലും കുഴപ്പമില്ല, തൈരാണെങ്കിൽ കട്ട തൈര് മതി കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പനീർ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആദ്യം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. വാങ്ങിച്ച പനീറാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പം പാല് പിരിച്ചെടുത്തിട്ട് നമ്മൾ പനീർ കട്ടയാക്കാതെ തന്നെ ആ ഒരു പിരിച്ചെടുത്തിട്ടുള്ള രൂപം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് അത് വെച്ചിട്ട് മാവ് തയ്യാറാക്കിയാലും മതി കേട്ടോ. അപ്പം ഞാൻ ഈ മുറിച്ചെടുത്തതിനെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ബദാം പൊടി ചേർത്ത് കൊടുക്കാം. 2 പേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഒരു ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു 5 ടേബിൾ സ്പൂണോളം ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ഫ്ലാക്സീഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 2 ടേബിൾ സ്പൂൺ യോഗട്ടും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അരഞ്ഞെടുത്തപ്പോൾ തന്നെ പിന്നീട് മാവ് നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒരു 1/2 ഗ്ലാസ് കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അരച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലുള്ള കട്ടിയിൽ അരച്ചെടുക്കാം. പിന്നീട് നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു ജാറൊക്കെ ഒന്ന് ചുവട്ടിയെടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. മാവ് അത്യാവശ്യം കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. വളരെ നേർത്ത മാവായി കഴിഞ്ഞാൽ ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് കഴിഞ്ഞ മാവിനെ ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ലേ, ഇഡ്ഡലി മാവിൻ്റെ പോലെ നല്ലൊരു കട്ടിക്കാണ് ഇരിക്കുന്നത്. പിന്നെ ഈ ജാറിലുള്ള മാവൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ ഞാൻ ഇത്രയും വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എടുത്തുക്കുന്നത് ചെറിയൊരു ഗ്ലാസ്സാണ്, അതിന് 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് ഈ ജാറൊന്ന് ചുവറ്റിയിട്ട് മാവ് മിക്സ് ചെയ്ത് നോക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റേറിയനായ ആൾക്കാർക്ക് പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ ഒരു ഓപ്ഷനാണ് ഈ പനീർ അല്ലെങ്കിൽ ചീസൊക്കെ. അപ്പോൾ എന്നും ഒരേപോലെ കഴിക്കാതെ ഇടയ്ക്ക് ഫ്രൈ ചെയ്തും ഇടയ്ക്ക് ഇതേപോലെ ദോശ ആക്കിയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, ഇപ്പോൾ തന്നെ ചുട്ടെടുക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇരുമ്പ് ചട്ടിയിലും ചുട്ടെടുക്കുന്നുണ്ട്, ഒരു നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടിലും ചുട്ടെടുക്കുന്നതിൻ്റെ വ്യത്യാസമൊക്കെ, അതിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന വ്യത്യാസമൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടിയാണെങ്കിൽ അത് തന്നെ അങ്ങ് പരന്ന് നേർത്തതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഒഴിച്ച പാടെ തന്നെ അടച്ചു കൊടുക്കാം, അത് നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ചിലപ്പം വൃത്തികേടാകും, അതുകൊണ്ടാണ് വേഗം അടച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രൈ പാനിലേക്കും കുറച്ചൊരു മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആ ഒരു വലിയൊരു പൊട്ടിത്തെറിക്കലൊക്കെ ഒന്നാണ്ട് കഴിഞ്ഞാൽ നമുക്ക് അടപ്പ് തുറന്നു കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ഈ അടപ്പിൽ വരുന്ന ചെറിയ വെള്ളത്തുള്ളികൾ ചട്ടിയിലേക്ക് തന്നെ പോയിട്ട് പിന്നെ ആ മാവ് ലൂസായിക്കൊണ്ടിരിക്കും.
കൂടുതലായിട്ടുള്ള വെള്ളം ദോശയിലേക്ക് തന്നെ ചെന്നിറങ്ങുമ്പോൾ പിന്നെ നമുക്ക് ശരിക്കും അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് ആ ഒരു ഭാഗം വേവുമില്ല. പിന്നെ നമ്മളത് ചട്ടിയിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മുറിയാനും പൊടിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു മര്യാദ നിലക്ക് ബബിൾസൊക്കെ ഒന്ന് അമർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുറന്ന് വെച്ച് കൊടുക്കാം. പിന്നെ അടിഭാഗം ഒന്ന് ഗോൾഡൻ നിറം ആകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചുട്ടെടുത്തതിനെ ഇങ്ങനെ തന്നെ അടച്ചു വെച്ചുകൊണ്ടാണ് എടുത്തത്. അപ്പോൾ അത് ഫസ്റ്റത്തത് മുറിഞ്ഞു പോയിരുന്നു. പിന്നെ രണ്ടാമത്തതാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം ദോശയുടെയും അതേപോലെ ഫ്രൈ പാനിലും തന്നെ അതിൻ്റെ ആ ഒരു വെള്ളത്തുള്ളികളൊക്കെ ഉറ്റിയ ഭാഗത്ത് മാവ് വേവാകാത്ത പോലെ കിടക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ അടുത്തത് ചുട്ടിട്ട് അതെടുക്കുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് പിന്നെ രണ്ടാമത് മാവ് ഒഴിച്ചത്. അപ്പോൾ അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ അടിഭാഗമൊക്കെ ആവശ്യത്തിന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. എല്ലായിടത്തും ഒരേപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ ചട്ടിയിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെ പുറത്തെടുക്കുമ്പോൾ പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നില്ല. ഇതാണ് താഴെ ഭാഗത്തിൻ്റെ ഒരു നിറം കേട്ടോ. അതേപോലെ തന്നെ ഫ്രൈ പാനിൽ ചുട്ടതിൽ എങ്ങനെയുണ്ടെന്ന് കാണിക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കൊരു വേവാകാത്ത പോലെയൊക്കെ തോന്നും. പക്ഷേ അടിഭാഗം നല്ലൊരു ക്രിസ്പി ആയിട്ടും ഉണ്ടാകും. ആ ഒരു ചുട്ടെടുക്കാൻ പറ്റിയൊരു പരിവായാലും നമുക്കിത് ചട്ടിയിൽ നിന്ന് മാറ്റാം. വീണ്ടും വെച്ചുകൊണ്ടിരുന്നാൽ അടിഭാഗം കൂടുതൽ കരിയുള്ളൂ. അപ്പോൾ ഫ്രൈ പാനിൽ ചുട്ടെടുത്തത് നല്ലൊരു നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു വൃത്തിക്കുള്ളൊരു നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അടിഭാഗം അടിപൊളി കളറ്. അപ്പോൾ ഇതേപോലെ തന്നെ നല്ല ക്ഷമയോടെ സമയമൊക്കെ കൊടുത്ത് മുഴുവനും ചുട്ടെടുക്കാം. അപ്പോൾ ഇതിനോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് തക്കാളി ചട്നിയോ അല്ലെങ്കിൽ തേങ്ങാ ചട്നിയോ മുളക് ചുട്ടരച്ചതോ അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അടപ്പ് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നതൊക്കെ ഒന്ന് തടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അതൊന്ന് അമർന്നതിന് ശേഷം നമുക്ക് അടപ്പ് മാറ്റുകയും ചെയ്യാം. പിന്നെ ഇതാ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇരുന്നിട്ട് അടിഭാഗം നന്നായിട്ടൊന്ന് ഗോൾഡൻ നിറമായിട്ട് വന്നോളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മുഴുവനും ചുട്ടെടുത്ത് കഴിഞ്ഞു. കഴിക്കാനായിട്ട് എടുക്കുകയാണ്. ഇത്ര ഒരു അളവിൽ ഉണ്ടാക്കിയാൽ 2 പേർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം കഴിക്കാനുണ്ടാകും കേട്ടോ. മുമ്പ് നമ്മൾ പനീർ ഒറ്റയ്ക്ക് ദോശ ഉണ്ടാക്കിയ സമയത്ത് 2 എണ്ണം മാത്രമാണ് കഴിച്ചത്. അന്ന് അത്ര ഒരു വേറെ ഒരു ഫുള്ളാവാൻ മാത്രം തോന്നിയില്ല. പിന്നെ സലാഡാണ് കൂടുതലായിട്ട് കഴിച്ചത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സാധാരണ ഒരു ദോശ കഴിച്ച പോലെ തന്നെ ഡയറ്റിൽ നിന്നുകൊണ്ട് തന്നെ നല്ലൊരു ഫുൾഫില്ലായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്ന 3 ദോശയും ഫ്രൈ പാനിൽ ചുട്ടതാണ് കേട്ടോ. അതിൻ്റെ അടിഭാഗം നല്ലൊരു വൃത്തിക്കുള്ളൊരു കളറിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ മടക്കി വെച്ചാൽ അങ്ങനെ ഒടിയും മുറിയൊന്നുമില്ല. നല്ലൊരു ദോശയുടെ ഒക്കെ ആയിട്ടുള്ളൊരു രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഇരുമ്പിൻ്റെ ദോശ തവയിൽ ചുട്ടതാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഇരുണ്ട ഡാർക്ക് നിറത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് 2 ചട്ടിയിലും ചുട്ടെടുത്തതിൻ്റെ ആ ഒരു വ്യത്യാസം. അപ്പോൾ ഞാനിത് തേങ്ങാ ചട്നി കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ദോശ കഴിച്ച ചട്നിയൊക്കെ കൂട്ടി കഴിച്ചൊരു സുഖം ഉണ്ടായിരുന്നു ഇത് കഴിച്ചപ്പോൾ. നമ്മൾ ഒഴിച്ച പുളിയുള്ള തൈരാണെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാകും. ഇനിയിപ്പോൾ പുളിയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചട്നി തയ്യാറാക്കുമ്പം ലാസ്റ്റ് ഇത്തിരി പുളിയുള്ള തൈരൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ദോശയൊക്കെ എടുക്കാനും മുറിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. പെട്ടെന്ന് മുറിഞ്ഞു പോകുന്നൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇതിനെ ഒരു കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു വേവ് കുറവ് പോലെയൊക്കെ തോന്നും. പക്ഷെ എന്നാലും സാരമില്ല, അതൊരു തനിച്ച് കഴിക്കുമ്പോഴേ അങ്ങനെ തോന്നുള്ളൂ. ചട്നി കൂട്ടി കഴിക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. എന്നാലും ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് വേകാനായിട്ടൊന്നുമില്ല. എല്ലാം നമ്മളിട്ട് കൊടുത്ത പൊടിയും ബദാം പൊടിയും ഫ്ലാക്സീഡ് പൊടിയും പിന്നെ പനീറൊക്കെ അല്ലേ. അപ്പോൾ ആ സംഗതികൾ ഇപ്പം ഇത്തിരി വേവ് കുറഞ്ഞാലും കഴിക്കുന്നതിൻ്റെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 80% നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെയായി കിട്ടി. ആ ഒരു ഒട്ടുന്ന കാര്യത്തിന് മാത്രമാണ് ഞാൻ 20 കുറച്ചത് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വെജിറ്റേറിയനായ ആൾക്കാർക്ക് പനീർ എന്തായാലും ഡെയിലി അവർ
ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടാവുമല്ലോ പനീർ പ്രോട്ടീന് വേണ്ടിയിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ബൈ. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണങ്ങളും ഒക്കെ പ്രതീക്ഷിച്ചുകൊള്ളുന്നു.